Hi friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ചിക്കൻ പിസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ പിസ. അപ്പോൾ അതിന് വേണ്ടി ആ ചിക്കൻ കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ഇതിന് വേണ്ടി ചെറിയ ചെറിയ പീസുകളാണ്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഉപ്പ്, കുരുമുളക്, മുട്ട, അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ്, അതിനുശേഷം സോയ സോസ് ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ മിക്സ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു പാനിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഒത്തിരി ഡ്രൈ ആക്കരുത്. നമുക്കൊരു ഗോൾഡൻ കളറിലാണ് നമുക്ക് വേണ്ടത്. ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഇതേ സെയിം പാനിൽ തന്നെ നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്ത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. വഴറ്റി അത് നല്ല രീതിക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, കുരുമുളക് എന്നിവയെല്ലാം ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 മുട്ട ആഡ് ചെയ്ത് മിക്സപ്പ് ചെയ്തെടുക്കുക. ഇത് നല്ല രീതിക്ക് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ല രീതിക്ക് മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസയുടെ ബേസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഇവിടെ ബ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ബ്രെഡ് മിക്സിയിൽ ആഡ് ചെയ്ത് അതിനകത്തേക്ക് പാലും മുട്ടയും ആഡ് ചെയ്ത് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്കാകുമ്പോൾ നമ്മൾ ബീക്കറിലേക്ക് മാറ്റുക. 2 സെറ്റും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് പിസയുടെ സോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സോസിന് വേണ്ടി സവാള, തക്കാളി, മല്ലിയില എല്ലാം വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. ഇത് നല്ല രീതിക്ക് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് സോയ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കണം. സോയ സോസും ടൊമാറ്റോ സോസും നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പിസയുടെ മേലിൽ ടോപ്പ് ചെയ്യാനായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ വെഡ്ജസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനിയാണ് പിസയുടെ മെയിൻ പരിപാടി. അതിന് വേണ്ടി നമ്മളൊരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നല്ല രീതിക്ക് തന്നെ ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ പിസ ആ പാനിൽ വെച്ച് നമ്മൾ കഴിക്കേണ്ടി വരും. വേറെ പ്ലേറ്റിലേക്കൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പിസയുടെ ബേസ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മളത് അളവ് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല രീതിക്ക് ഒഴിച്ച് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം പിസയുടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇതേ ഷേപ്പിൽ തന്നെ റൗണ്ട് അപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം മൊസറല്ല ചീസ് ആഡ് ചെയ്ത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ ടോപ്പിങ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളുണ്ടാക്കിയ പൊട്ടറ്റോ വെഡ്ജസും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പിസ റെഡി. ഇതേ കണ്ട നമ്മുടെ ഐറ്റം. ഇനി നമുക്ക് സുഖമായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മളിത് ബട്ടർ ആഡ് ചെയ്യണതിൻ്റെ അളവിനനുസരിച്ചിരിക്കും ഇത് വിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവനാണ് നമ്മുടെ ഐറ്റം. കണ്ടോ, നല്ല സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എല്ലാവർക്കും സമയം പോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഒരു 2 to 3 hours കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആഡ് ചെയ്യുന്ന ചീസിൻ്റെ അളവ് പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിലെ ക്രീമി. നമ്മൾ അധികം ചീസ് ആഡ് ചെയ്യുന്നില്ല, നമുക്ക് അത്രയ്ക്ക് ക്രീമി ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ്. ഇനി നമ്മൾ കഴിച്ചു വെക്കുന്ന പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ക്ലീൻ ഷേവ്ഡ് മച്ചാനാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ. ഇദ്ദേഹമാണ് എൻ്റെ ഷെഫ്. ഇദ്ദേഹം വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ചേട്ടനാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.